ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗം ഇല്ലാത്ത അവസ്ഥയാണ് ആരോഗ്യം. രോഗമില്ലാത്ത അവസ്ഥയാണെങ്കിൽ അങ്ങനെ മരുന്നൊന്നും കഴിക്കേണ്ട കാര്യം ഇല്ല, വിശേഷിച്ച് രോഗമൊന്നും ഇല്ലെങ്കിൽ. ഇത് ഇത്രയും പറയാൻ കാരണം, കഴിഞ്ഞ ആഴ്ച വടകരയിൽ വലിയൊരു സെമിനാർ നടന്നു. അനവധി ഡോക്ടർമാരും പ്രകൃതി ചികിത്സക്കാരും ഒക്കെ പങ്കെടുത്ത മീറ്റിംഗായിരുന്നു. അതിലൊരു പ്രധാന വിഷയം ഞാനാണ് സംസാരിച്ചത്, മൂത്ര ചികിത്സ എന്ന വിഷയം. അപ്പോൾ സിനിമാ നടൻ കൊല്ലം തുളസി വന്നിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, താങ്കൾ മൂത്രം കഴിക്കാറുണ്ടോ? ഞാനില്ല. ഇല്ലേ? ഇതൊക്കെ ഏതെങ്കിലും അസുഖമുള്ളവർക്ക് പറഞ്ഞതാണ്. ഇന്ന രീതിയിൽ പ്രശ്നങ്ങൾ വന്നാൽ എങ്ങനെ മൂത്രത്തെ ഉപയോഗിക്കാം എന്നാണ് വിഷയം. അലുമിനിയ പാത്രത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് ചുറ്റിക വെച്ചിട്ട് ചെറിയതായിട്ടൊന്ന് അടിച്ചാൽ ആ ഞെളുങ്ങി നിൽക്കുന്നതായിട്ട് മാറും. അപ്പം ചുറ്റിക അലുമിനിയ പാത്രത്തിന് മരുന്നാണ്. ആ ചുറ്റിക എടുത്ത് അലുമിനിയ പാത്രത്തിൻ്റെ അവിടെ അടിക്കേണ്ട കാര്യമുണ്ടോ? ഒരു പ്രത്യേക പ്രശ്നം വരുമ്പോൾ ഒരു പ്രത്യേക കാര്യം ഔഷധമായിട്ട് വരികയാണ്. മനുഷ്യർ സാധാരണഗതിയിൽ സോഡയും കുടിക്കുക. ഞാൻ സോഡ കുടിക്കാറില്ല, സർബത്തൊന്നും എന്താ വിഷയമല്ല. എങ്കിലും പച്ചവെള്ളം കുടിക്കും മാതിരി കുടിക്കേണ്ട ഒരു വസ്തുവല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് എങ്ങനെ പ്രയോഗിക്കണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും അതിനെ ശിവാംബു തീർത്ഥമാക്കി മാറ്റണം. മൂത്രമല്ല കഴിക്കുന്നത്, ശിവാംബു തീർത്ഥം ആണ്. അങ്ങനെയാണോ അമ്പലത്തിൽ നിന്ന് പച്ചവെള്ളം കിട്ടുക? അമ്പലത്തിൽ നിന്ന് പച്ചവെള്ളമാണ് കിട്ടുക എന്ന് ഞാൻ മനസ്സിലാക്കിയത് സമീപകാലത്ത് ഒരു 3 വയസ്സോ ഒരു കുട്ടിയുടെ കൂടെ അമ്പലത്തിൽ തൊഴാൻ ചെന്നു. പൂജാരി തന്നു. കുട്ടി കുടിച്ചിട്ട് എന്നോട്, ഞാൻ കിട്ടിയില്ലേ, തീർത്ഥം കിട്ടിയില്ലേ? അപ്പോൾ ആ കുട്ടി പറയാം, പച്ചവെള്ളം കിട്ടിയേ, പച്ചവെള്ളം. ഇതിന് പച്ചവെള്ളം എന്നൊരു പേരുണ്ട് എന്ന് ആ കുട്ടി പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കുട്ടിക്കാലം മുതൽക്കേ തീർത്ഥമായിട്ടാണ് സേവിക്കുന്നത്. പച്ചവെള്ളത്തെ തീർത്ഥമാക്കി മാറ്റണം. അത് പൂജയ്ക്ക് കഴിയും. പൂർത്തീകരിച്ച ശേഷം മടക്കി കിട്ടുന്നതാണ് പൂജ. വാട്ടർ മെമ്മറി തിയറി. വാട്ടർ മെമ്മറി തിയറി എന്ന് പറഞ്ഞത് തന്നെയാണ് അമ്പലത്തിന് കിട്ടുന്ന തീർത്ഥം. രോഗം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശാരീരികം മാത്രമല്ല, മാനസികമായിട്ടും നമ്മളെ ബാധിക്കുന്നതാണ്. ശരീരത്തിനെ ബാധിക്കുന്നു, മനസ്സിനെ ബാധിക്കുന്നു, ബുദ്ധിയെ ബാധിക്കുന്നു, പശ്ചാത്തലം, ബന്ധുക്കൾ ഒക്കെ ഇതിൻ്റെ ഒരു സ്വാധീനമാണ്. ഈ സ്വാധീനം എങ്ങനെ ഉണ്ടാക്കുന്നു? ആ സ്വാധീനം ഉണ്ടാക്കുന്ന പ്രക്രിയയെക്കുറിച്ച് ചിന്തിക്കാൻ, ഓരോന്നിനെക്കുറിച്ച് ചിന്തിക്കാനും ഓരോ കാരണം ഉണ്ടാകും. ഒരു വ്യക്തി ചോദിച്ചു, അദ്ദേഹം ഒരു ഹോമം നടത്തുന്നുണ്ട്, അതിൻ്റെ ഗുണം എന്താണെന്ന് എന്നോട് ചോദിക്കുക. ഗുണദോഷമൊന്നും അന്വേഷിച്ചല്ലല്ലോ നിങ്ങളിപ്പോൾ ഒക്കെ ചെയ്യുന്നത്.
അതുകൊണ്ട് അത് ചെയ്തോളൂ. ഗുണം ദോഷം എന്നൊന്നും വിചാരിക്കണ്ട. ഏത് ഹോമമാണ്? സ്വയംവര പാർവതി ഹോമം ആണ്. പലയിടത്തിലും നടക്കുന്നുണ്ട്. പലയിടത്തിലും ബോർഡ് എഴുതി വെച്ചിട്ട് കണ്ടിട്ടുണ്ട്. എന്താണ് സ്വയംവരം പാർവതി ഹോമം? സ്വയംവരം രാജകുമാരന്മാർ നിരന്നിരിക്കും. രാജകുമാരി ഒരു മാലയായിട്ട് വരും. അപ്പോൾ ബാക്കി തോഴി ഓരോ രാജകുമാരൻ്റെയും ഗുണങ്ങളെക്കുറിച്ച് പറയും. ഇന്ന മിടുക്കനാണ്, ഇന്ന യുദ്ധത്തിൽ ജനിച്ചു, ഇന്ന ആൾക്ക് ഇത്ര വിസ്തീർണമുള്ള സാമ്രാജ്യമുണ്ട്, ഇപ്പോഴത്തെ രാജകുമാരൻ നല്ലപോലെ പാട്ടുപാടും, സംഗീതത്തിലാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം, ഇപ്പോഴത്തിരിക്കുന്ന ആൾ ഭയങ്കര ബുദ്ധിമാനാണ്, പണ്ഡിതനാണ്, സൂര്യന് താഴെയുള്ള ഏത് വിഷയമെടുത്താലും സംസാരിക്കാൻ കഴിയും. എല്ലാവരും കേട്ടതിന് ശേഷം രാജകുമാരി ഇഷ്ടപ്പെട്ട രാജകുമാരൻ്റെ കഴുത്തിൽ മാലയിടും. ഇതാണ് സ്വയംവരം. സ്വയംവര പാർവതി ഹോമം എന്ന് പറഞ്ഞാൽ ആദ്യം ഏത് ഹോമത്തിൻ്റെയും ചടങ്ങിൻ്റെയും പിറകിൽ വളരെ ലോജിക്കിൻ്റെ ഒരു അംശം ഉണ്ട്. യുക്തി എന്നുള്ളതിനെ ഒഴിവാക്കിയും കൊണ്ട് നാം ജീവിക്കുന്നത് തന്നെ ശരി അല്ല. ഓരോ സ്ഥലത്ത് വന്നാലും ലോജിക്കിൻ്റെ ലോകത്ത് ജീവിക്കുന്നവർ ഇങ്ങോട്ട് പറയണം. എനിക്ക് അനുഭവമുണ്ട്. പ്രഭാഷണം കഴിയുമ്പോൾ പലരും അടുത്തേക്ക് വരും, ഇങ്ങനെയാണ് കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല കേട്ടോ, ഇപ്പം താങ്കൾ പറഞ്ഞപ്പോഴാണ് ഈ കാര്യം അറിഞ്ഞത്. ഞാൻ പറഞ്ഞു, ലോജിക്കിൻ്റെ ലോകമല്ല കഥയുടെ ലോകം. കഥയുടെ പിറകിലെ ആ സത്യം എന്താണ് എന്ന് മനസ്സിലാക്കി അതിനെ ലോജിക്കിൻ്റെ ഭാഗമാക്കിയിട്ട് മാറ്റണം. നാം ഒരു രാജകുമാരിയാണ്. ആരാ രാജകുമാരി? ഞാൻ, നമ്മളൊക്കെ ഒരു മാലയുമായിട്ട് വരികയാണ്. എൻ്റെ കാതിൽ ഗുരു പറഞ്ഞു തരുന്നു, ഇന്ന രാജകുമാരന്മാർക്ക് ഇന്ന ഗുണമുണ്ടാകും. ഇവിടെ ഗുരു എന്ന് പറഞ്ഞാൽ താടിയൊക്കെ വെച്ച ഒരാളെന്നല്ല. നിങ്ങൾ ഇന്ന വീട് വാങ്ങിക്കൊള്ളൂ, അത് നല്ല ഐശ്വര്യമുള്ള വീടാണ്, അവർ വ്യക്തി പറയുകയാണ്, അത് ഗുരുവാണ്. അയൽവാസി ഗുരുവാണ്. എൻ്റെ കൂടെ വരൂ, നമുക്ക് ബാറിൽ പോവാം, ഒരു 4 പെഗ് അങ്ങോട്ട് കഴിച്ചാൽ ബുദ്ധി തെളിയും. ആണോ? തെളിഞ്ഞ സംഭവമുണ്ട്. എനിക്കിത്ര ബുദ്ധി ഉണ്ടാവാൻ എവിടുന്ന കാരണം? ബാറിൽ വന്നിട്ടാ. ആ വ്യക്തി ഗുരുവാണ്. ആ വ്യക്തി പറഞ്ഞ് നമ്മൾ കേട്ടു. ഇതന്നെ ഇപ്പം പടി നടക്കണത്. ഓരോ രാജകുമാരന്മാരുടെയും ഗുണത്തെക്കുറിച്ച് തോഴി പറയുന്നു. തോഴിക്ക് ഇഷ്ടം പോലെ പറയാമല്ലോ. നമുക്ക് തോഴികൾ പറഞ്ഞു തരുന്നു. എഡ്യൂക്കേഷൻ എന്ന തോഴി പറഞ്ഞു തരുന്നു. ജീവിതത്തിൻ്റെ ലക്ഷ്യം സ്കോപ്പ്, മുതലുണ്ടാക്കലാണ് ലക്ഷ്യം. ധാരാളം മുതലുണ്ടാക്കുക. അന്യരെ ചൂഷണം ചെയ്യാൻ പറ്റുന്ന എളുപ്പമുള്ള പണികളുണ്ട്. ഇങ്ങോട്ടൊന്നും ചോദിക്കില്ല, കണ്ണടച്ച് അനുസരിക്കും. അങ്ങനെയുള്ള ജോലിയുണ്ട്. ഇഷ്ടം പോലെ കാശ് കിട്ടും. ലോകം മുഴുവൻ വിലയ്ക്ക് വാങ്ങാം. അതെൻ്റെ മിടുക്കാണ് നമുക്ക് പറയാം. അത്രയും ഞാൻ സേവനം ചെയ്തിട്ടാണ്. ഇതൊക്കെ നമുക്ക് ചെയ്യാം. തോഴി, വിദ്യാഭ്യാസം എന്ന തോഴി പറഞ്ഞു തരിക, ഈ രാജകുമാരൻ തരക്കടില്ലാണ്. എങ്കിൽ ആരുടെ കഴുത്തിൽ മാല ഇടണമെന്ന് തീരുമാനിക്കുന്നത് രാജകുമാരിയാണ്. നാം എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വയംവര പാർവതി ഹോമം.
ഈ കാസറ്റിൽ വഴി സംസാരിക്കുന്നത് ഞാൻ സ്വയം തിരഞ്ഞെടുത്താണല്ലോ. കാരണം ഒരു മിനിമം സൗകര്യം വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. വോയിസ് മാത്രമേ എടുക്കാൻ പറ്റുന്നുള്ളൂ. എനിക്ക് തിരക്ക്. ഇത് കൃത്യമായിട്ട് എടുത്തു തരാൻ പറ്റുന്ന ആളില്ല. യഥാർത്ഥ ഇൻ്റർവ്യൂ എങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കിയത് മോചിത തിരുവനന്തപുരത്തേക്ക് വിളിച്ചു. മോചിതയുടെ മോക്ഷ ചാനലിലേക്ക് ഒരു 3 മണിക്കൂറോളം ഞാൻ തുടർച്ചയായിട്ട് മോചിതയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. അതൊക്കെ ആ മോക്ഷ ചാനലിൽ ഭാവിയിൽ വരും. 3 ക്യാമറ, 5-6 അസിസ്റ്റൻറ്റുമാർ, ക്യാമറാമാന്മാർ, ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്, എത്ര വിശദീകരിച്ചെടുത്ത് അങ്ങനെ എടുക്കുന്ന സംഗതിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ സ്വയംവരം ചെയ്യുന്നു. സൗണ്ട് മാത്രം. രോഗത്തെ നാം സ്വയം ഭരിക്കുകയാണ്. രോഗത്തെക്കുറിച്ച് പഠിച്ച് ആ രോഗം നമുക്കുണ്ടാകും. പാർവതി ശിവനെ സ്വയംവരം ചെയ്യാണ്. ശിവൻ പാർവതിയോട് പറഞ്ഞിട്ടില്ല ഞാൻ പ്രണയിക്കുന്നു. പുരാണത്തിലെ ചില കഥാപാത്രങ്ങളുണ്ട് ഒരിക്കലും പ്രണയാഭ്യർത്ഥന നടത്താത്ത ആൾ. അതിൽ 1-ാം സ്ഥാനം ശ്രീകൃഷ്ണ ഭഗവാനാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ പ്രണയാഭ്യർത്ഥന നടത്തുകയും ചെയ്തിട്ടില്ല. രുക്മിണി വരെയും ഒരു മാന്യനായ ബ്രാഹ്മണൻ്റെ കയ്യിൽ പ്രണയലേഖനം കൊടുത്തയച്ച് ഞാൻ കൂടെ വരട്ടെ എന്നാണ്. പ്രധാനപ്പെട്ട പല സമയത്തും തേരോടിച്ചത് പോലും കൃഷ്ണനല്ല. എല്ലാവരും സ്വയം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. രാസക്രീഡയിൽ കൃഷ്ണന് ചുറ്റും നൃത്തം ചെയ്യുന്ന ഗോപസ്ത്രീകളെ കാണാം. നൃത്തം എന്ന് പറയുമ്പോൾ ഡാൻസ് ചെയ്യാന്ന് മാത്രമല്ല, ഏത് വികാരവും അതിൻ്റെ പാരമ്യത്തിലെത്തുമ്പോൾ അത് നൃത്തമായിട്ട് മാറും. അതുകൊണ്ടാണ് നൃത്തം. രാസക്രീഡയിൽ നൃത്തം എന്ന് പറഞ്ഞാൽ ഏത് വികാരവും അതിൻ്റെ പാരമ്യത്തിലെത്തുമ്പോൾ നൃത്തമാവും. നല്ലതുപോലെ മദ്യപിച്ച് എന്ത് സംഭവിക്കും? ആകെ ആക്ഷൻ ആകെ മാറും. കനത്ത കോപം വരുമ്പോഴോ കയ്യും കാലൊക്കെ ഇട്ട് അടിച്ച് കാണിച്ച് കയ്യും കലാശം കാണിച്ചല്ലേ സംസാരിക്കുക. ഇത് വികാരത്തിൻ്റെ പറ്റി. അതുകൊണ്ടാണ് ശിവൻ ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞു. ശിവൻ ഡാൻസ് ചെയ്യുന്നു. പാർവതി ചെയ്യുന്ന ഡാൻസാണ് ലാസ്യം. പാർവതി അങ്ങോട്ട് കഴിഞ്ഞിട്ട് ശിവനോട് ശോഭിക്കാനൊന്നും പാർവതിക്ക് ഒരു അവകാശമില്ല. കാരണം ശിവൻ തിരിഞ്ഞു നോക്കാത്തപ്പോൾ അപർണ ഇലകൾ പോലും ഭക്ഷിക്കാതെ ഉപവാസമെടുത്തിട്ട് അങ്ങനെ കിട്ടിയതാ ശിവനെ. അതിൻ്റെ അർത്ഥം ശിവനും പാർവതിയൊക്കെ വിടുക. നാം ഓരോന്ന് നേടിയത് മുഴുവൻ ഇതേമാതിരി സ്വയംവരമാണ്. ഡ്രസ്സ് സ്വയംവരമാണ്. എനിക്കിങ്ങനത്തെ ഡ്രസ്സ് ധരിച്ച് നടക്കാനാണ് ഇഷ്ടം. പുറത്തേക്ക് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സ് ധരിക്കാനാണ് എനിക്കിഷ്ടം. പല ജീവിതവും നമ്മൾ നയിക്കുന്നു. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. സ്വയം ഭരിച്ചതാ. മയക്കുമരുന്ന് ആരെങ്കിലും കൊടുത്തിട്ട് വായയിൽ കൊടുന്ന് വെച്ച് തള്ളിയിട്ടുണ്ടോ? ഇല്ല. സ്വയംവരമാണ്. പ്രപഞ്ചത്തിൽ എല്ലാം മായ കൊണ്ട് വാരിക്കൊടുന്നു. പ്രണയിക്കുന്നു. സ്വയം ഭരിക്കുകയാണ് മനസ്സുകൊണ്ട്. എനിക്ക് ഈ കാമുകനെ ഇഷ്ടമാണ്, കാമുകിയെ ഇഷ്ടമാണ്, എനിക്ക് ഈ രോഗത്തെ ഇഷ്ടമാണ്, എനിക്ക് ആശുപത്രി കിടക്കുന്നത് ഇഷ്ടമാണ്. നേരിട്ട് ഇഷ്ടമാണെന്ന് ചിന്തിക്കുന്നില്ലെങ്കിൽ ശരി, അത്തരം ചിന്തകൾ, ഭാവനകൾ നമ്മളെ സ്വാധീനിക്കും. ചെറിയ കാര്യങ്ങൾക്ക് വരെ ഇതിനർത്ഥം ചിന്തിക്കാൻ പാടില്ല എന്നല്ല. വലിയ പ്രോബ്ലമാണ് ജീവിതത്തിൽ. ദിവസേന റെയിൽ മുറിച്ച് കിടക്കണം.
ശ്രദ്ധിക്കണ്ടേ? വണ്ടി വരുമോ നോക്കണ്ടേ? ആ നോക്കുമ്പോൾ തന്നെ ശ്രദ്ധ വന്നു. വണ്ടി നോക്കി, വണ്ടി അവിടുന്ന് ഇവിടുന്ന് വരുന്നില്ല. എപ്പോൾ 2 ലൈനിലാണ് വണ്ടിയുള്ളത് പലയിടത്തിലും. ഒരു ലൈനിലേക്ക് മാത്രം നോക്കുമ്പോൾ നോക്കി അങ്ങോട്ട് കിടക്കുമ്പോൾ ഇപ്പുറത്തെ ലൈനിൽ നിന്ന് വണ്ടി വരികയാണ്. ഡെയിലി ഇത് കിടക്കുന്ന സമയത്ത് ഡെയിലി ചിന്തയിലേക്കും വരികയാണല്ലോ ഇത്. ഈ റെയിലൊന്ന് മുറിച്ച് കിടക്കണമല്ലോ, വാഹനം മുറിച്ച് കിടക്കണമല്ലോ. സ്വയംവര പാർവതി ഹോമം എന്നുള്ളതിന് വിശാലമായ അർത്ഥതലങ്ങളുള്ളത്. ഇവിടുത്തെ സ്വയംവരം എന്ന് പറയുമ്പോൾ ഈ കല്യാണം മാത്രമല്ല, എല്ലാ കാര്യവും. പുതിയ പേന വാങ്ങിയിട്ട് ഇത് എഴുതുമോ? എൻ്റെ അനുഭവമാണ്. ഇത് എഴുതുമോ? അപ്പോൾ പേന എഴുതാത്ത അവസ്ഥ സങ്കല്പിച്ചു. ആ പേന എഴുതുന്നില്ല. 18ാമത്തെ അടവ് ഞാൻ വായിച്ചു നോക്കി, മഷി ഒഴിച്ച് ആ പേന എഴുതുകയില്ല. ആരെങ്കിലും കൊടുത്തപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഈ മഷി ഒഴിച്ച പേന അവർക്ക് സുപരിചിതമല്ല. അവർക്ക് എഴുതുകയേ വേണ്ട, എപ്പോഴെങ്കിലുമൊക്കെ ഒപ്പിടാൻ ഡോട്ട് പെൻ മതി. വലിയ അർത്ഥത്തിൽ ഇത് മുഴുവൻ സ്വയം ഭരിക്കുന്നതാണ്. നമ്മുടെ ജന്മത്തെയും വരെ നാം സ്വയം ഭരിച്ചതാണ് എന്ന് പറയുന്നു. വാക്കുകൾ ചിന്തയ്ക്ക് വിടുകയാണ്. എല്ലാം ശരി എന്നുള്ള അഭിപ്രായമൊന്നുമില്ല. എങ്കിലും ശ്രോതാക്കളോട് നന്ദി പറയുന്നു. നമസ്കാരം.